ഹലോ, നിങ്ങൾ യു കെയിലൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് ഈ വാട്ടർ ഫിൽട്ടർ ജഗ് എന്ന് പറയുന്നത്. ഇവിടെ സാധാരണയായിട്ട് ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളൊരു പഴയ ജഗ്ഗാണ്. അപ്പോൾ ഞാനിതൊരു 2-3 ഇയേഴ്സായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഒരു വീഡിയോ ആണ് ഞാനിപ്പം ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ യു കെയിലെന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ടേപ്പ് വാട്ടർ തന്നെയാണ് കുടിക്കാറ്. പക്ഷെ നമ്മൾ ടീ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. സോ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിൽ വരുന്നത് ഒരു കാട്രിഡ്ജാണ് വെള്ളം ഫിൽറ്റർ ചെയ്യാനായിട്ട്. അത് ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് വാങ്ങിക്കണം. ഇത് ബ്രിട്ട എന്ന് പറയുന്നൊരു കമ്പനീൻ്റെതാണ്. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഈ ബ്രാൻഡഡ് അല്ലാതെ സാധാരണ ഇതും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇതിൽ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ നോർമലായിട്ട് ടേപ്പിൽ നിന്ന് കുടിക്കുന്ന വെള്ളവും അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടുന്ന വെള്ളവും ടേസ്റ്റ് വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. സോ മെയിനായിട്ട് ടീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുക. സോ ഈ ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു കാറ്ററിജ് ഒരു 1 മന്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ക്യാപ്പിൻ്റെ മുകളിൽ. സോ അത് ഫുള്ളായിട്ട് തീർന്നു കഴിയുമ്പോൾ അത് ബ്ലിങ്ക് ആവാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കാറ്ററിജ് മാറ്റിയാൽ മതി. സോ ഇതിൻ്റെ കൂടെ ഇതാണ് ഇതിൽ വാട്ടർ ഫിൽറ്റർ, ഇതാണ് കാറ്ററിജ് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ബ്രിട്ടയുടെ 2.4 ലിറ്ററിൻ്റെ ജഗ്ഗാണ്. സോ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ലിറ്റർ, ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സൈസും അവൈലബിൾ ആണ്. സോ ഇങ്ങനെയാണ് ഇതിലേക്ക് ഫിൽറ്റർ വെക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫിൽറ്ററിൽ വരുന്ന വെള്ളം 3 പ്രാവശ്യമെങ്കിലും എടുത്തിട്ട് അത് ജസ്റ്റ് പുറത്തേക്ക് കളയണം. എന്നിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നന്നായി ജഗ്ഗൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡിഷ് വാഷറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഒരു കാറ്ററിജ് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇതിൽ എയർ ബബിൾസ് ഒക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു കുറച്ച് സമയം ഇതുപോലെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ 2-3 പ്രാവശ്യം വെള്ളം എടുത്തിട്ട് അത് പുറത്തേക്ക് കളയുക. ആദ്യമുള്ള വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. സോ അതിനുശേഷം നമുക്ക് നോർമലായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങാം. ഒരു മാസം വരെ ഈ ഒരു കാറ്ററിജ് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചില ആൾക്ക് ഡിപ്പെൻസ് ആണ് നമ്മൾ എത്രയാണ് യൂസേജ് എന്നനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് 1 മാസത്തിലൊക്കെ കൂടുതൽ വരും. സോ ഇതിൽ നമ്മളിങ്ങനെ വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എത്ര നമ്മൾ ഈ കാറ്ററിജ് കഴിയാറായോ എന്നുള്ളതിന് ഇത് ഫസ്റ്റ് ടൈം നമ്മളിത് ഇവിടെ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു ലോങ് പ്രസ് ചെയ്യുക. സോ ഇതിൽ നിങ്ങൾക്ക് ചാർജ് ആവുന്നത് കാണാൻ പറ്റും. ഇത് 100% ഇപ്പോൾ ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു വരും. ഇത് ഫുള്ളായിട്ട് കുറഞ്ഞാൽ ഈ ഒരു ബാറ്ററി ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഈ കാറ്ററിജ് മാറ്റി കൊടുക്കാം.